ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. EDP ആയിട്ട് വലിയ ഇഷ്യൂസൊന്നും ഉണ്ടാവാനായിട്ട് സാധ്യതകളില്ല. നല്ല പേപ്പറാണ്. അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മളൊരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, അപ്പോൾ അതിനുള്ള റിപ്പോർട്ടുകൾ എന്താണ്, ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില ടേംസുകളുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് മറക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ഇന്നലത്തെ ക്ലാസ്സിൽ എന്താണ്, അല്ലെങ്കിൽ തലേ ദിവസത്തെ ക്ലാസ്സിൽ എന്താണ് എടുത്തത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വായിച്ച് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വളരെ ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആഫ്റ്റർ സെലക്ടിങ് എ പ്രൊജക്റ്റ് നമ്മൾ അതിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട്, എങ്ങനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തേണ്ടത്, അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്താണ് സംഭവം എന്ന്. നമ്മൾ എക്കണോമിക്സിലൊക്കെ കുറേ വട്ടം നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ എന്നുള്ളത്. ദാറ്റ് ഈസ് എന്തായിരിക്കും ഫ്യൂച്ചറിൽ എന്തായിരിക്കും സംഭവിക്കുക. ഒരു ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിഷനുള്ള ഒരു മനുഷ്യനായിരിക്കണം. വിഷൻ ഇൻ ദ സെൻസ് ഭാവിയിലെ എന്താവും, എങ്ങനെയാവണം. അപ്പോൾ അത് കാരണം ഭാവിയിലത്തെ കാര്യം ചിന്തിച്ചിട്ട് വേണം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണം. ഭാവിയിൽ അതിന് എന്തൊക്കെ തടസ്സങ്ങൾ വരും, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റൊക്കെ കൂടിയേക്കാം. അപ്പോൾ നമ്മൾ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പം നമുക്ക് നല്ലൊരു ടൈമാണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് യു ഏൺ നൗ എന്നുള്ളതാണ് ബിസിനസ്സിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനിഷ്യലി സഫർ ചെയ്യേണ്ടി വരും. അത് കഴിയുമ്പോൾ നമ്മളൊരു ഗ്രോത്ത് സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തോന്നുകയാണ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിന് സാധ്യതകൾ കുറവായിരിക്കും. ചിലപ്പോൾ സ്കിൽഡ് ലേബേഴ്സിന് നമ്മുടെ ബിസിനസ്സിന് ലഭിക്കില്ല. ആ ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് നമ്മുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ അതിന് പറ്റിയൊരു സമയമാണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ നൗ എന്നുള്ളതാണ്. ഭാവിയിലെ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കൂടിയേക്കാം, ടെക്നോളജി എന്തെങ്കിലും പുതിയത് വന്നേക്കാം, ഹ്യൂമൻ ലേബർ ഫോഴ്സ് നമുക്ക് കുറഞ്ഞു പോയേക്കാം, അതിൻ്റെ പേരിൽ പ്രൊഡക്ഷൻ കുറയാം. അപ്പോൾ ഇതൊക്കെ ഒരു റീസണാണ്. പിന്നെ അതേപോലെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫ്യൂച്ചർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതായത് ചില പ്രോഡക്റ്റുകൾ നമുക്കറിയാം കുറച്ച് കാലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, ബിക്കോസ് അതിനേക്കാളും അഡ്വാൻസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാർക്കറ്റിലെത്തും. സോ നമ്മൾ പ്രോഫിറ്റ് പിന്നീട് ഏൺ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സംടൈംസ് അത് സാധിച്ചു എന്ന് വരില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇഫ് യു ഹാവ് ദി പോസിബിലിറ്റി നൗ, എക്സ്പ്ലോർ ഇറ്റ് നൗ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല വാട്ട് ഈസ് സർട്ടൻ ടുമോറോ എന്നുള്ളത്. എവറിത്തിങ് ഈസ് അൺസർട്ടൻ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ പരിചയമുള്ള ആൾക്കാരായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, അവരായിട്ട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്കണോമിസ്റ്റ്, എത്രയോ എന്താ പറയുക, പേര് കേട്ട് അത്രയും ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളുണ്ട്. അവർ കൃത്യമായിട്ട് അവർ പറയും ഓരോ മാറ്റങ്ങൾ നമ്മുടെ ഇക്കണോമിയിൽ, ഇന്ത്യൻ ഇക്കണോമിയിൽ വരുമ്പോൾ they will clearly predict what will happen in next
few years എന്നുള്ളത്. Because from their own experience they can forecast it very correctly എന്നുള്ളതാണ്. Okay, so future is always uncertain and hence forecasting cannot be full proof and correct. അല്ല, നാളെ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളതും നമുക്ക് സർട്ടൻ അല്ല. സോ ഇഫ് വി പ്ലാൻ എനിത്തിങ് അത് സക്സസ് ആവോ ഇല്ലേ എന്നുള്ളതും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. Therefore, the process of demand forecasting for the future involves evaluating various factors which exert influence on demand. അപ്പോൾ മറ്റ് പല ഫാക്ടേഴ്സിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഫ്ലുവൻസ് ഓൺ ഡിമാൻഡ് നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കുള്ളൂ. To evaluate an investment proposal, we require a reasonably accurate forecast of demand. This is made possible through the following forecasting method. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഫോർകാസ്റ്റിങ്ങിന് അവർ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ എന്നുള്ളത് നോക്കാം. Okay, mainly you are having 3 types. You are having qualitative methods, time series projection methods, and third one is casual methods. So we will move on to the what is qualitative method. In that you are having 2 types, jury of executive opinion method and Delphi method. So Delphi method is very popular in 2-mark question. Okay, പറയുമ്പോൾ അപ്പോൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ഡെൽഫി മെത്തേഡ് എന്ന് എഴുതുമ്പോൾ അവിടെ ഒരു 2 ഇട്ടിട്ട് ഒന്ന് റൗണ്ട് ചെയ്തോ. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ 2-mark question എന്നുള്ളത്. ഓക്കെ, സോ വിൽ സി വാട്ട് ഈസ് jury of executive opinion method. It involves soliciting the opinion of a group of managers on expected future demand and combining them into demand or sales estimate. So here we are making a panel of managers. ഒരു ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സിനെ നമ്മൾ ഫോം ചെയ്യാണ്. ഓക്കെ, ആൻഡ് ദെൻ വി ആർ ഗിവിങ് ദെം ദി ടോപ്പിക്. സോ ബേസ്ഡ് ഓൺ ദെയർ experience and based on their ideas, their techniques, all those things are combined and finally it comes out in the form of sales estimate or the demand estimate. അങ്ങനെയായിട്ട് മാറണം. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെൽഫി മെത്തേഡാണ്. So we will see what is Delphi method എന്നുള്ളത്. It involves soliciting the opinions of group of experts. So what is the difference between the jury method and the Delphi method? In jury method we are forming a panel of managers. Here we are forming a panel of experts. So അവർ മാനേജേഴ്സ് ആവണമെന്നില്ല, ഓരോരുത്തരും ഓരോ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. സോ വി ആർ സെലക്ടിങ് ദോസ് പേഴ്സൺസ് ആൻഡ് വി ആർ ഫോമിങ് ഇൻ ടു എ ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഇനി ഓരോരുത്തർക്കും ക്വസ്റ്റ്യനേഴ്സ് ആർ സെൻറ്റ് റിക്വസ്റ്റിംഗ് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ്. സോ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഇസ് ഗിവൻ എ ക്വസ്റ്റ്യനെയർ and we are asked them to express their views. അപ്പോൾ ഈ ക്വസ്റ്റ്യനെയറിൽ നമ്മുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. The responses are summarized in another questionnaire based on the responses sent back without revealing the identity of the experts. സോ ഇതിൽ അവർ എന്താ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ റെസ്പോൺസസ് ഒക്കെ അവർ കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഈ റെസ്പോൺസസ് കമ്പൈൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനെയറും കൂടി അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് എങ്ങനെയാണ്, ആരുടെ അടുത്തു നിന്നാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളതെന്നൊന്നും പറയാണ്ട് തന്നെ അവരെന്ത് ചെയ്യണം, they send back without revealing their identity of the experts. The process is continued till a reasonable agreement is reached. അപ്പം നമുക്കും that is കമ്പനിക്കും ഈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനും ഓക്കെ അവരും തമ്മിലൊരു നല്ലൊരു അഗ്രിമെൻറ്റിൽ എത്തുന്നത് വരെ ദിസ് ക്വസ്റ്റ്യനെയർ ഇസ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇസ് സെൻഡ് ടു ദെം എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ യു ഹാവിങ് 2 kinds. എന്തൊക്കെയാണ് നമുക്ക് 2 types ആയിട്ട് വരുന്നത്? ഒന്ന് ജൂറി മെത്തേഡ് ആൻഡ് ഡെൽഫി മെത്തേഡ്. ജൂറി മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മാനേജേഴ്സിനെയാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നത്. ഡെൽഫി മെത്തേഡിൽ വി ആർ സെലക്ടിങ് ദി എക്സ്പേർട്സ് ഫ്രം ഡിഫറെൻറ്റ് ഫീൽഡ്സ് ആൻഡ് questionnaires are sent to them, and finally we are collecting the responses and summarizing it, and again we are preparing the questionnaires, and again we are sending it to them, so that till we reach an agreement. നമുക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം കിട്ടുന്നത് വരെ നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ വ്യൂസും റിവ്യൂസും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട്. ഓക്കെ, so this is about the qualitative methods, and second one is time series projection methods. Okay, ഇതിൽ നമുക്ക് having 3 types. First one is trend projection method, second one is moving average method, and third one is exponential smoothing method. So trend projection method അതേപോലെ തന്നെ moving average method you will be very familiar in your എന്താ പറയുക QT papers. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നില്ല, അപ്പോൾ അതിൽ നമുക്കിത് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണം. So what is trend projection method എന്നുള്ളത് നോക്കാം. It works on a linear relationship. It involves extrapolating the past trend on the future, and thereby future demand can be predicted. അപ്പോൾ സോ ഇതിൻ്റെ ട്രെൻഡ് എന്താണ്? സോ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ട്രെൻഡ് എന്താണ്? അതിനെ ബേസ് ചെയ്തിട്ടാണ് വി ആർ ബിൽഡിംഗ് ദി ഫ്യൂച്ചർ. So based on the past results we are getting the future എന്നുള്ളതാണ്. Okay, and the second method, moving average method. In this method, forecast for the next period will be equal to the average sales of preceding several years. So every 5 years, 3 years, 7 years ഇങ്ങനെ മൂവിങ് ആവറേജ് മെത്തേഡ് ഉണ്ട്. സോ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? പാസ്റ്റ് ഇയേഴ്സിൽ അല്ലെങ്കിൽ സെവറൽ ഇയേഴ്സായിട്ട് പ്രിസീഡിങ് സെവറൽ ഇയേഴ്സ്, ഇപ്പോൾ നമ്മുടെ ഈ വർഷത്തെ സെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ പാസ്റ്റ് ഇയേഴ്സിൻ്റെ ആവറേജ് സെയിൽസ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഈ വർഷം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് മൂവിങ് ആവറേജ് മെത്തേഡിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം. And third one is exponential smoothing method. ഈ മെത്തേഡിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വെയിറ്റേജസ് ആർ അസൈൻഡ് to each of the past methods. Pattern of weightage is exponential in the form, that is, demand for the most recent period and for each successive older periods. Weightages decrease exponentially. The decrease in weightage is non-linear. In this method, forecasts are modified in the light of observed errors. സോ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യങ്ങൾ കൊടുത്തു വരാൻ വി ആർ ഗിവിങ് ദി വെയിറ്റേജസ്. സോ ഓരോ വർഷം ഓരോ കാര്യങ്ങൾക്കായിരിക്കും വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെയിൽസിൽ വരുന്ന മാറ്റങ്ങൾ. ചിലപ്പോൾ ക്വാളിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ക്വാണ്ടിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടറിൽ വരുന്ന ചേഞ്ച് ആയിരിക്കാം. സോ ഇൻ ഈച്ച് തിങ് വി ആർ പ്രൊവൈഡിങ് ദി വെയിറ്റേജസ്. So because of that we can know what are the changes എന്നുള്ളത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ടൈം സീരീസ് പ്രൊജക്ഷനിലെ ട്രെൻഡ് ഉണ്ട്, മൂവിങ് ആവറേജ് ഉണ്ട്, ആൻഡ് ദെൻ എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് മെത്തേഡ് ഉണ്ട്. ആൻഡ് നൗ വിൽ സീ ദ തേർഡ് മെത്തേഡ്, കാഷ്വൽ മെത്തേഡ്. ഇതിലെന്താണ് നോക്കാം. It uses the phenomenon of change in one parameter because of a change in another parameter, thereby developing a cause-effect relationship. ഒരെണ്ണം മാറ്റിയത് കൊണ്ട് അല്ലെങ്കിൽ ഒരെണ്ണത്തിലെ ഒരു ഫാക്ടറിൽ മാറ്റം വന്നതുകൊണ്ട് വേറൊരു ഫാക്ടറിൽ അതിനനുസരിച്ചുള്ള ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് അവർ തെളിയിക്കുന്നത്. സോ ചെയിൻ റേഷ്യോ മെത്തേഡ്, കൺസംഷൻ ലെവൽ മെത്തേഡ്, എൻഡ് യൂസർ മെത്തേഡ്, ലീഡിംഗ് ഇൻഡിക്കേറ്റർ മെത്തേഡ് ആൻഡ് എക്കണോമെട്രിക് മെത്തേഡ്. അങ്ങനെ 5 കാര്യങ്ങളാണ് നമുക്ക് കാഷ്വൽ മെത്തേഡ്സിൽ വരുന്നത്. സോ ചെയിൻ റേഷ്യോ മെത്തേഡിൽ വരുന്നത് എന്താണ്?
Potential sales of a product is estimated by applying a series of factors. അപ്പോൾ ചെയിൻ റേഷ്യോ മെത്തേഡിൽ നമ്മുടെ പൊട്ടൻഷ്യൽ സെയിൽസ് എത്രയാണ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് സീരീസ് ഓഫ് ഫാക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. സോ വിച്ച് ഫാക്ടറാണ് അതിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതിലാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കൺസംഷൻ ലെവൽ മെത്തേഡ്. In this method, demand is estimated based on consumption level. Consumption level is estimated on the basis of elasticity coefficient for a product. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസംഷൻ്റെ elasticity level, how far it is demanded in the market എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ദെൻ എൻ്റെ യൂസർ മെത്തേഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ intermediate products. This method is suitable to estimate demand of intermediate products. So end user മെത്തേഡിന് എന്താണ് ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അറിയാനായിട്ട് സാധിക്കുന്നത്. And then leading indicator method. Leading indicators are variables which change ahead of other variables called lagging variables. അപ്പോൾ ഇതിൽ ഏത് വേരിയബിളാണ് ലീഡിങ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്, ഏത് വേരിയബിളാണ് ലാഗിങ് ആയിട്ട് നിൽക്കുന്നത്, ഏത് മാറ്റങ്ങൾ വരുമ്പോഴാണ്, ഏത് കാര്യങ്ങൾ ചേഞ്ച് വരുമ്പോഴാണ്, എവിടെയാണ് അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കുന്നത്. And then econometric method, estimating quantitative relationships which are derived from economic theories. അപ്പോൾ എക്കണോമിക് തിയറീസിന് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്സ് ആണ് എക്കണോമെട്രിക് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ ഡിമാൻഡ് എന്നുള്ളതാണ്. ഫ്യൂച്ചർ എന്തായാലും അൺസർട്ടൺ ആണ്, പക്ഷേ നമുക്ക് അൺസർട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മിണ്ടാതിരിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വി ഹാവ് ടു നോ എന്നുള്ളതാണ്. സോ വി ആർ ഹാവിങ് മെത്തേഡ്സ് ഫോർ ദി ഫോർകാസ്റ്റിംഗ്. ദേ ആർ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്, ടൈം സീരീസ് മെത്തേഡ് ആൻഡ് കാഷ്വൽ മെത്തേഡ്സ്. In the qualitative methods, you are having two types, jury of executive opinion method and Delphi method. In time series method, you are having three types, trend projection, moving average and exponential smoothing method. And in the casual, you are having five types, chain ratio, consumption level, end user, leading indicator and econometric method. Okay, ഇനി നമുക്ക് ഫീസിബിലിറ്റി സ്റ്റഡീനെ കുറിച്ച് നോക്കാം. എന്താണ് ഫീസിബിലിറ്റി? ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഫോർമുലേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നല്ലോണം അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ എഴുതുമ്പോൾ എഴുതി വെച്ചോളൂ. ഫീസിബിലിറ്റി സ്റ്റഡി ആരോ മാർക്ക് ഇട്ടിട്ട് is the first stage in the project formulation. That is, the desirability of making investment in the project is studied first. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എത്രത്തോളം വി ആർ മച്ച് ഡിസൈറബിൾ ടു ഇൻവെസ്റ്റ് ഇൻ സച്ച് എ പ്രൊജക്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് പറ്റിയ ഒരു പ്രൊജക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എൻവയൺമെൻറ്റ് ഇസ് ലുക്ക്ഡ് ഇൻ ടു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മളിതിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ദ ക്യാരക്ടറിസ്റ്റിക്സ്. A feasibility study is an analysis to determine the viability of a project from economical, legal and technical perspective. It gives an insight into whether a project is worth the investment. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും ഈ പ്രൊജക്റ്റ് നമുക്ക് എത്രത്തോളം ഏൺ ചെയ്ത് തരും, ഇത് പ്രോഫിറ്റബിൾ ആണോ, ഇത് വയബിൾ ആണോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാണോ എന്നുള്ളത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഹെൻസ് ദിസ് സ്റ്റഡി ഈസ് മാൻഡേറ്ററിലി ഡൺ ബിഫോർ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊജക്റ്റ് എക്സിക്യൂഷൻ. അപ്പോൾ അടുത്ത സ്റ്റേജുകളിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധമാണ്, നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഡു ഫീസിബിലിറ്റി സ്റ്റഡി എന്നുള്ളതാണ്. And now we will see what are the benefits or the importance of feasibility study.
നമുക്ക് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടൊരു വ്യക്തത കിട്ടും. അത്രയും നേരം അല്ലെങ്കിൽ നമ്മൾ ഈ ഐഡിയ സ്ക്രീനിങ് ഇതിലൊക്കെ നിൽക്കുമ്പോൾ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് വലിയ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. സോ പ്രൊജക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, ധാരണകൾ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റഡിയും നമ്മൾ നടത്തുമ്പോഴാണ് ഇതെന്താണ്, ഇത് എന്തിനുള്ളതാണ്, ഇത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുള്ളൂ. അപ്പോഴാണ് ഹൂ, ഹൗ, വെൻ എൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. So first thing is we'll get a clear idea of our project. അത് സക്സസ്ഫുൾ ആവോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. Second thing is it enhances the project team's efficiency and focus. അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എൻറ്റയർ പ്രൊജക്റ്റ് ടീമിൻ്റെ എഫിഷ്യൻസിയും അതിലുണ്ടാകുന്ന ഫോക്കസാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. Third one is it helps in capitalizing new opportunities. Substantiates with evidence of why and how the project should be executed. Okay, അപ്പോൾ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് രംഗത്തേക്ക് വരാൻ ഒരു അവസരം കൂടിയാണ്. അതേപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസിലേക്ക് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം, അതാണ് തേർഡ് തിങ് ആയിട്ട് വരുന്നത്. ഫോർത്ത് തിങ് എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള റിപ്പോർട്ട്സ്, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ബാക്ക് ഫയൽസ് അവിടെ പ്രിപ്പയർഡാണ്. ഓക്കെ, ഹൗ, വെൻ, വൈ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഈ ചോദിക്കുന്ന ഹൗ, വൈ, വെൻ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ദ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ സ്ട്രീം ലൈൻസ് ബിസിനസ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത്, സ്ട്രീം ലൈൻ ചെയ്യുന്നുണ്ട്, ബിസിനസ് ഓൾട്ടർനേറ്റീവ് സ്ട്രീം ലൈൻ ചെയ്യുന്നുണ്ട്. ഡയഗ്നോസിസ് എറേഴ്സ്, helps in risk mitigation, identifies the reasons not to proceed, and gives valuable insights to both the team and the stakeholders. So, അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൽ വരുന്ന ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, സാധ്യതകൾ എന്തൊക്കെയാണ്, അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ പറ്റിയൊരു സൊല്യൂഷൻസ് കണ്ടെത്താം. സോ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എറേഴ്സ്, എന്തൊക്കെ എറേഴ്സുകൾ ഇതിൽ സംഭവിക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളത്, അതേപോലെ തന്നെ റിസ്ക് പരമാവധി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, ഐഡൻറ്റിഫൈ റീസൺസ് നോട്ട് ടു പ്രൊസീഡ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് ഈ പ്രൊജക്റ്റ് പ്രൊസീഡ് ചെയ്യണ്ട എന്ന് നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെ തോന്നണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ റീസണിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്കിത് ഈ ഒരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് വി ക്യാൻ ഡിസൈഡ്. അതേപോലെ തന്നെ ഇതിലുള്ള ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത് എൻറ്റയർ ടീമിനും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ആൻഡ് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. ഓക്കെ, അപ്പോൾ അവർക്കും ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നത്. Okay, and now we will see what are the steps to conduct feasibility study. Preliminary analysis and scope definition and market research and financial assessment and alternative solutions and go on or no go decision എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സോ എന്തൊക്കെ സ്റ്റെപ്സാണ്, പ്രിലിമിനറി അനാലിസിസ്. അപ്പോൾ അതിൽ ഏകദേശം നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണങ്ങൾ നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഏരിയ വേ യു ക്യാൻ അപ്ലൈ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റ് എവിടേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്, അപ്പോൾ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ചിൽ എന്തൊക്കെ വരുന്നുണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് വരുന്നുണ്ട്, മാർക്കറ്റ് ഷെയർ വരുന്നുണ്ട്, കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റ് ഷെയറിനെ കുറിച്ച് വരുന്നുണ്ട്. ഓക്കെ, അതാണ് മാർക്കറ്റ് റിസർച്ചിൽ വരുന്ന കാര്യങ്ങൾ. ഫിനാൻഷ്യൽ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ക്യാപിറ്റൽ എത്ര വേണം, അതേപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇങ്ങനെ ഓരോന്നിനും നമുക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് കാര്യങ്ങൾ, ആൻഡ് ദെൻ ഹൗ വി ആർ പ്രൊക്യൂറിങ് സച്ച് എമൗണ്ട്സ് ആൻഡ് ഫ്രം വേ വി ആർ കളക്റ്റിംഗ് ഓൾ ദി നെസസറി ഫണ്ട് എന്നുള്ളതും കൂടിയാണ്. ആൻഡ് ദെൻ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്.
അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും. ആൻഡ് ദെൻ നമുക്ക് ഇപ്പോൾ ഈ എല്ലാ സ്റ്റേജും കഴിഞ്ഞിട്ട് വി വിൽ യെസ് ഓർ നോ എന്നുള്ളൊരു ഡിസിഷനിൽ നമ്മൾ റീച്ച് ചെയ്യും അല്ലേ. വി വിൽ റീച്ച് അറ്റ് എ ഡെസ്റ്റിനേഷൻ പോയിൻറ്റ് വെദർ ടു ഗോ ഫോർവേഡ് വിത്ത് ദി പ്രൊജക്റ്റ് ഓർ വെദർ വി ഹാവ് ടു സ്റ്റോപ്പ് വിത്ത് ദി പ്രൊജക്റ്റ് എന്നുള്ളതാണ്. സോ ഗോ ഓൺ ഓർ നോ ഗോ എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നമ്മളെത്തും. ആ ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് വെദർ വി ഹാവ് ടു പ്രൊസീഡ് ഓർ നോട്ട് എന്നുള്ളത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് നമുക്ക് ഏതിൽ വരുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡിയിൽ വരുന്നത്. ആൻഡ് നൗ വിൽ മൂവ് ഓൺ വിത്ത് ദി ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി. ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ വരുന്നത് ഒരു 5 കാര്യങ്ങളാണ് വരുന്നത്. ടെക്നിക്കൽ ഫീസിബിലിറ്റി, എക്കണോമിക് ഫീസിബിലിറ്റി, ലീഗൽ ഫീസിബിലിറ്റി, ഓപ്പറേഷണൽ ഫീസിബിലിറ്റി ആൻഡ് ഷെഡ്യൂളിംഗ് ഫീസിബിലിറ്റി. സോ ടെക്നിക്കൽ ഫീസിബിലിറ്റിയിൽ എന്താണ് വരുന്നത്, ടെക്നിക്കൽ റിസോഴ്സസ് ആണ്. നമ്മളൊരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ടെക്നോളജി വി ആർ ഗോയിങ് ടു ഫോളോ ഇൻ ദി ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റിയിൽ വരുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് എൻഷ്യൂർസ് ദ ടെക്നിക്കൽ റിസോഴ്സസ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ റിസോഴ്സസ് എവിടെയാണ് ഇതിൻ്റെ അവൈലബിലിറ്റി. ഓക്കെ, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്, മോഡേൺ മെത്തഡോളജി ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ മെത്തഡോളജി ആണോ, അല്ലെങ്കിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന രീതിയിലാണോ. സോ വിച്ച് ടെക്നോളജി വി ആർ ഗോയിങ് ടു അഡോപ്റ്റ് ഇൻ അവർ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. Second thing is economic feasibility. This assessment undertakes a cost benefit analysis. Economic feasibility എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ. അപ്പം നമുക്ക് എത്രത്തോളം മിനിമൽ കോസ്റ്റിൽ നമുക്ക് കാര്യങ്ങൾ പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇറ്റ് ഗിവ്സ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദി പ്രൊജക്റ്റ് വയബിലിറ്റി ആസ് വെൽ ആസ് ദ എക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് ദി പ്രൊജക്റ്റ് ടു ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഏകദേശം ഫിനാൻഷ്യൽ റിസോഴ്സസിനെ കുറിച്ചിട്ടും ഫിനാൻഷ്യൽ വയബിലിറ്റീനെ കുറിച്ചിട്ടും നമുക്ക് കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എക്കണോമിക് ബെനിഫിറ്റ്സും എന്തൊക്കെയാണെന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ആൻഡ് ദെൻ ഇസ് ലീഗൽ ഫീസിബിലിറ്റി. ലീഗൽ ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് സെവറൽ പാരാമീറ്റേഴ്സ് ഫ്രം സോണൽ ലോസ് to data protection acts are checked and compliance mandates are ensured. Legal feasibility, that is legal ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, ഏതൊക്കെ സോണുകളിൽ നിന്ന് എക്കണോമിക് സോണിലേക്ക് വരണോ, അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളിതിൻ്റെ ദറ്റ് ഈസ് സപ്ലൈനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഏതൊക്കെ സോണിലേക്കാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ആദ്യം സപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ വരുന്ന ലീഗൽ ഫോർമാലിറ്റീസ്, അതിൽ വരുന്ന ലീഗാലിറ്റി, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ലീഗൽ ഫീസിബിലിറ്റിയിൽ വരുന്നത്. ആൻഡ് ദെൻ ഓപ്പറേഷണൽ ഫീസിബിലിറ്റി. ഓപ്പറേഷണൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് വിൽ ഹെൽപ്പ് അനലൈസ് ആൻഡ് ഡിറ്റർമൈൻ വെദർ ഓർഗനൈസേഷൻസ് ഗോൾ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കംപ്ലീറ്റിംഗ് ദ പ്രൊജക്റ്റ്. അപ്പോൾ ഓപ്പറേഷണൽ ഫീസിബിലിറ്റി ഈ ഒരു പ്രൊജക്റ്റ് നടപ്പിലാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ പ്രൊജക്റ്റ് ലാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻസിൻ്റെ ഗോൾസ് കൃത്യമായിട്ട് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ ബിസിനസ് ഐഡിയ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്തും നല്ല രീതിയിലുള്ള നമുക്ക് നല്ല സപ്പോർട്ടും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ പ്രൊജക്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ വരും തോറും ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേജ് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. സോ ഓപ്പറേഷൻ ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ പ്രവർത്തനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഷെഡ്യൂളിംഗ് ഫീസിബിലിറ്റിയാണ്. ഷെഡ്യൂളിംഗ് ഫീസിബിലിറ്റിയിൽ വരുന്നത് ഇറ്റ് എസ്റ്റിമേറ്റ്സ് ഹൗ മച്ച് ടൈം ദ പ്രൊജക്റ്റ് ടേക്സ് ഫോർ കംപ്ലീഷൻ എന്നുള്ളതാണ്. സോ ഒരു പ്രൊജക്റ്റ് പ്രവർത്തനം തുടങ്ങാനായിട്ട് നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കൊരു ഐഡിയ തോന്നിക്കഴിഞ്ഞാൽ നാളെ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാവില്ല.
അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്നുള്ളത് ആദ്യം നോക്കുക. അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂ പ്രോഡക്റ്റാണ് ലോഞ്ച് ചെയ്യാൻ പോണത്. അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റാണ് ലോഞ്ച് ചെയ്യാൻ പോണത്. സോ വി ഹാവ് ടു നോ ദ ഡിമാൻഡ് ഓഫ് ദി പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് അറിയണം, കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് അറിയണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സപ്ലൈ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ന്യൂ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദി മാർക്കറ്റ് ആൻഡ് വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദി മൈൻഡ്സ് ഓഫ് ദി പീപ്പിൾ എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ അപ്പോൾ എത്രത്തോളം സമയം എല്ലാത്തിനും കൂടി എടുക്കും? ഒരു 3 years അത് മതിയോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. ഓക്കെ, സോ അതാണ് നമുക്ക് ഷെഡ്യൂളിംഗ് ടൈമിൽ വരുന്നത്. സോ ഷെഡ്യൂളിംഗ് ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യും. നമുക്കൊരു ഫസ്റ്റ് 6 months നമുക്ക് ലാൻഡ് അക്വയർ ചെയ്യാനും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജിലുള്ള പ്രോസസ്സ് വർക്കൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളതാണ് ദ ഫസ്റ്റ് 6 months എന്ന് പറയുന്നത്. ആൻഡ് അനദർ 6 months എന്ന് പറയുന്നത് ടു കംപ്ലീറ്റ് ദി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളും. അങ്ങനെ 3rd year ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ട്രയൽ റൺ കഴിഞ്ഞ് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വി ക്യാൻ ബിഗിൻ എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ നോർമൽ പീരിയഡ് ഇസ് ടേക്കൻ ഫോർ ടു സ്റ്റാർട്ട് എ ബിസിനസ് എന്നുള്ളതാണ്. ഒരു 3 years എന്ന് പറയുന്നത് ഇസ് നോട്ട് എ വെരി എന്താ പറയുക, ലെസ് ടൈം നമുക്ക് പറയാനില്ല ആൻഡ് മോർ ടൈം എന്നും പറയാനില്ല. സോ ഇറ്റ് ഈസ് എ നോർമൽ പീരിയഡ് that has been given to the business to get started എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ടെക്നിക്കൽ ഫീസിബിലിറ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് ടു ജഡ്ജ് ദ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഓഫ് ദി പ്രൊജക്റ്റ് എന്നുള്ളതാണ്. സോ അപ്പോൾ ഓൺട്രപ്രനർ അതിൻ്റെ ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ഒരു കാര്യം അനലൈസ് ചെയ്യണം. ഓക്കെ, സോ we'll see the meaning of technical analysis എന്നുള്ള നോക്കാം. That is, various technical aspects for the project idea are examined to judge the technical soundness. Even the project idea is 100% okay, the negative technology aspects will defeat the purpose എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ എപ്പോഴും പോസിറ്റീവ് വൈബ്സ് മാത്രം നമുക്ക് പോരാ അല്ലേ? പോസിറ്റീവ് വൈബ്സ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് എനർജി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ പറയുന്നത് ശരിയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മളതിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. ഒരു കാര്യം ചെയ്യുന്നതിലൂടെ എന്താണ് നെഗറ്റീവ് ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നെഗറ്റീവ്സ് ഉണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ്, പോസിബിലിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സപ്പോസ് വെൻ വി ആർ ഗോയിങ് ഫോർവേഡ് വിത്ത് അവർ പ്ലാൻ, if anything happens negative, we are having the ready solution with us എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഒരു മുഴം മുമ്പേ ഒന്ന് നീട്ടി എറിയ എന്ന് പറയുന്ന ഒരു ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ്സും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ we can get or we can find the very easy alternatives to come out from the problem എന്നുള്ളതാണ്. ഓക്കെ, സോ ടെക്നിക്കൽ അനാലിസിസ് ഇൻക്ലൂഡ്സ് എ സ്റ്റഡി ഓഫ് ദി ഫോളോയിങ്. എന്തൊക്കെ കുറിച്ചിട്ടാണ് ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്? മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് യൂട്ടിലിറ്റീസ്, മാനുഫാക്ചറിങ് പ്രോസസ്, പ്ലാൻ കപ്പാസിറ്റി, ലൊക്കേഷൻ ആൻഡ് സൈസ് ഓഫ് ദി പ്രൊജക്റ്റ്, സൈസ് ഓഫ് ദി പ്ലാന്റ്, പ്രോഡക്റ്റ് മിക്സ്, ഫാക്ടറി ഡിസൈൻ ആൻഡ് പ്ലാന്റ് ലേഔട്ട്. അപ്പോൾ ഈ 8 പോയിൻ്റുകളുണ്ട്. 8 പോയിൻ്റുകളും ഇതിന്ന് ഏതെങ്കിലും ഒരു പോയിൻ്റ് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാനുള്ള അത്രയധികം കണ്ടൻറ്റ് ഉള്ളതാണ്. ചിലത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാർക്സിനുള്ള സാധ്യതകളുള്ളതാണ്. ഓക്കെ, സോ മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് യൂട്ടിലിറ്റീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് ടെക്നോളജീനെ കുറിച്ചിട്ടും നോക്കാം.
സോ ഇന്നത്തെ ക്ലാസ്സിൽ അത് മതിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടെക്നോളജിയുടെ ഡെഫിനിഷൻ, അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, പ്രോസസ്സ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വരും ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ വിൽ സീ ദ മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് യൂട്ടിലിറ്റീസ്. Raw material availability must be made sure to have uninterrupted production. അല്ലേ, നമ്മളൊരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്കാണോ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്? അല്ല, ഫോർ നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ മാർക്കറ്റിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. തലമുറകളായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് ഫീൽഡിൽ രംഗത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ when we have to plan for the 1 year പ്ലാൻ ആയിരിക്കണം. മിനിമം ആണ് ഞാൻ പറയുന്നത്. 1 year പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ്, അതിൻ്റെ അവൈലബിലിറ്റി ഒരു വർഷത്തേക്ക് തടസ്സം കൂടാതെ എവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് 3 yearsന് എവിടെ നിന്ന് കിട്ടും, നെക്സ്റ്റ് 5 yearsന് എവിടെ നിന്ന് കിട്ടും. സോ വിച്ച് പ്ലേസ് വി ആർ ഗോയിങ് ടു സെലക്ട് ഫോർ ദി റോ മെറ്റീരിയൽസ് എന്നുള്ളതാണ്. അപ്പോൾ മിനിമം കോസ്റ്റിന് നമുക്ക് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, സോ പ്രൊഡക്ഷന് ഒരു തടസ്സം വരാതിരിക്കാനായിട്ട് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസ് റേഞ്ച്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള അതർ യൂട്ടിലിറ്റീസ്, അപ്പോൾ പവറായിരിക്കാം, വാട്ടർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്ത് പ്രോഡക്റ്റാണോ ആ പ്രോഡക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയലിനെ യൂസ് ചെയ്യാനുള്ള യൂട്ടിലിറ്റീസ്, ഇതൊക്കെ നമുക്ക് തടസ്സമില്ലാതെ കിട്ടണം. ഓക്കെ, അതാണ് ദ ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്, മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് ദി യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വാട്ടർ ആയിരിക്കും, പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള വാട്ടർ ആയിരിക്കാം, പവർ ആയിരിക്കാം, ഇതൊക്കെ നമുക്ക് എന്താണ്, യൂട്ടിലിറ്റീസ് ആണ്. ഇനി മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. The entrepreneur must have a clear understanding about the manufacture process he is going to undertake. He must be familiar with the technology that he is going to be adopted in his project. Technology simply refers to the manner in which inputs are converted into output. അപ്പോൾ റോ മെറ്റീരിയലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിന് ഏത് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഏത് ടെക്നോളജി വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ അതാണ് പറഞ്ഞത്, ടെക്നോളജി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ ലേബർ ഇൻറ്റൻസീവ് ആണോ എന്നുള്ളത് നമ്മൾ നല്ലോണം ചിന്തിച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യാനായിട്ട്. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും നമുക്ക് ലേബറിന് കിട്ടണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാലത്തും നമുക്ക് ലേബറിന് കിട്ടണം എന്നുള്ളതാണ്. ഇനി ഭാവിയിൽ അങ്ങനത്തെ സ്കിൽഡ് പേഴ്സൺസ് കിട്ടില്ല, ചാൻസസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യാം, ടെക്നോളജി, മെഷീനറി, അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സെലക്ട് ദ ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ഓൾസോ ദി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വിച്ച് യു ആർ ഗോയിങ് ടു സെലക്ട് എന്നുള്ളതാണ്. അപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പേഴ്സൺസ്, നമ്മൾ ഇൻഡസ്ട്രി തുടങ്ങുന്ന ഏരിയ എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് ആണ്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് പീപ്പിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂട്ടിലൈസ് ചെയ്യാം, ഹ്യൂമൻ ലേബറിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, ലേബർ ഇൻറ്റൻസീവ്. ഇനി നമ്മൾ ഇൻഡസ്ട്രി തുടങ്ങുന്ന ഒരു ഏരിയ ആണെന്ന് അവിടെ നമുക്ക് എന്താ പറയുക, പോപ്പുലേഷൻ വളരെ കുറവാണ്, സ്കിൽഡ് പേഴ്സൺസിന് ലഭിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെഷീനറി, ടെക്നോളജി, അതിനെ ഡിപ്പെൻഡ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിൻറ്റ് മാത്രമേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം. ഓക്കെ, സോ താങ്ക് യു.